ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സന്തോഷിച്ചാൽ മാത്രം പോരാ, എപ്പോഴും സന്തോഷിക്കുവിൻ. 1 തെസ്സലോനിയർ 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം പറയുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എപ്പോഴും സന്തോഷിക്കുവിൻ. ഒരു സ്വാഭാവിക മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളായ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു ദൈവ പൈതലിനെ മറ്റ് ലോകത്തിൻ്റെ വ്യക്തികളിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്ന വളരെ ശക്തമായ ഒരു അടയാളമായിട്ട് സ്വർഗത്തിൻ്റെ സന്തോഷത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ സന്തോഷിക്കുവിൻ. വല്ലപ്പോഴും സന്തോഷിച്ചാൽ പോരാ, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ സന്തോഷിച്ചാൽ പോരാ, പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ സന്തോഷിക്കുവിൻ എന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ സന്തോഷിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത്? പാപങ്ങൾ മോചിച്ച് കിട്ടിയ വ്യക്തിക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നു, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. വീണ്ടും പറയുന്നു, കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചവൻ, പാപങ്ങൾക്ക് ശിക്ഷയില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയ ഒരു വ്യക്തി ഭാഗ്യവാൻ. അവൻ സന്തോഷിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ മനുഷ്യൻ്റെ ഭാരം എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിൽ അനുഭവപ്പെടുന്ന വെയിറ്റാണ്. അവൻ്റെ ആത്മാവിൽ അനുഭവപ്പെടുന്ന ഭാരമാണ്. അത് പാപത്തിൻ്റെ ഭാരമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ശരിക്കും പറഞ്ഞ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധിക്ക് വിരുദ്ധമായിട്ട് എപ്പോഴെല്ലാം കളങ്കം പറ്റുന്നു അപ്പോഴെല്ലാം അവൻ്റെ ജീവിതത്തിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. ഈ ഭാരം തനിയെ മാറ്റാൻ പറ്റാതെ കൂനിപ്പോയ മനുഷ്യനെ അവൻ്റെ ശിരസ് പിടിച്ചുയർത്തി ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ വചനമായ യേശു മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വന്ന് നമുക്കറിയാം. ഇതിനെയാണ് സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്, മനുഷ്യ മക്കളായ നമ്മെ ദൈവമക്കളാക്കി മാറ്റുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ മകൻ മനുഷ്യപുത്രനായി തീർന്നു. ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറിയത് മനുഷ്യ മക്കളായ നമ്മെ ഉയർത്തി ദൈവമക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെ ദൈവം എന്താണ് ചെയ്തത് എന്ന് യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ നമ്മൾ കുതിച്ചു ചാടി സന്തോഷിക്കും. യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുകയും പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരു ശിക്ഷയുമില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ദർ ഇസ് നോ കോണ്ടംനേഷൻ. യേശു ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിക്ക് ശിക്ഷാവിധി ഇല്ല. യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ വ്യക്തിക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ കുരിശിലെ കള്ളനെ അവൻ വലിയ കുറ്റവാളി ആയതുകൊണ്ടാണ് റോമാ ഗവൺമെൻറ് അവനെ ശിക്ഷിച്ചതെന്നും അതുകൊണ്ട് അവൻ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവെന്നും യേശു അവനെ ശിക്ഷിക്കാതെ ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്നും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഒരു ശിക്ഷയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒത്തിരിയേറെ പാണ്ഡിത്യമുള്ളൊരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ജോൺ, അദ്ദേഹത്തിന് കർത്താവ് ഒരു ശിക്ഷയും കൊടുക്കാതിരുന്നത് അവൻ കുരിശിൽ കുറേ നേരം കിടന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവന് പിന്നീട് കർത്താവ് ശിക്ഷ കൊടുക്കാതിരുന്നത്, അല്ലാതെ ശിക്ഷ കൊടുക്കാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വ്യക്തിയോട് വളരെ എളിമയോടൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊലക്കുറ്റത്തിന് ഇന്ത്യ ഗവൺമെൻറ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് 14 വർഷം ജയിലിൽ കിടന്നൊരു വ്യക്തിക്ക് ഒരു ശിക്ഷയുമില്ലാതെ സ്വർഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലില്ലെങ്കിലും. ഇനി മറ്റൊന്ന്, ഇവിടെ തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ടൊരു വ്യക്തിയെ തൂക്കിക്കൊന്നതിൻ്റെ പേരിൽ അവന് ശിക്ഷ കിട്ടി, അതിൻ്റെ പേരിൽ അവന് സ്വർഗത്ത് പോകാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, ഒരിക്കലും പോകാൻ പറ്റില്ല. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, ഇത് ഇവിടെ ശിക്ഷ കിട്ടിയതോ ഇവിടെ ശിക്ഷ കിട്ടാത്തതോ ആയിട്ട് ഒരു ബന്ധവുമില്ല. എങ്ങനെയാണ് അവന് ശിക്ഷ കിട്ടാതെ പർദീസായിൽ പ്രവേശനം കിട്ടിയത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവൻ്റെ പാപത്തിന് പാപം ചെയ്യാത്ത വ്യക്തിയായ യേശു ശിക്ഷ ഏറ്റെടുത്തു.
ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. സ്വർഗത്തിലെ നമ്മുടെ പപ്പ, സ്വർഗത്തിലെ നമ്മുടെ ചാച്ചൻ, സ്വർഗത്തിലെ നമ്മുടെ പൊന്നു പിതാവ് ഒരു പാപവും ചെയ്യാത്ത യേശുവിൻ്റെ മേൽ എൻ്റെയും നിങ്ങളുടെയും പാപം വച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഗാഗുൽത്താ മലയിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, മോനെ കുരിശിൽ നിന്നെ തറയ്ക്കുമ്പോൾ അനങ്ങരുത്, ഇത് മുഴുവൻ സഹിച്ചോണം. അങ്ങനെ ഒരു പാപവും ചെയ്യാത്ത വ്യക്തി എൻ്റെയും നിങ്ങളുടെയും പാപം സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷ അനുഭവിച്ചു. എന്നിട്ട് പകരം യേശുവിൻ്റെ പരിശുദ്ധി, ഒരു വിശുദ്ധിയുമില്ലാത്ത നമുക്ക് സ്വർഗത്തിലെ പിതാവ് പകരം തന്നു. ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ആണ് നടന്നത്, ഒരു കൈമാറ്റം നടന്നു. എൻ്റെയും നിങ്ങളുടെയും പാപം യേശു ക്രിസ്തുവിൻ്റെ മേൽ വെച്ചു കൊടുക്കുകയും യേശുവിൻ്റെ നീതിയും യേശുവിൻ്റെ പരിശുദ്ധിയും നമുക്ക് സൗജന്യമായിട്ട് തരികയും ചെയ്തു. ഈ ഒറ്റ കാരണത്താലാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തിക്ക് ശിക്ഷയില്ല എന്നും, ഇതാണ് സുവിശേഷം അഥവാ നല്ല വിശേഷം അഥവാ നല്ല വാർത്ത എന്നും ബൈബിൾ പറയുന്നത്. ഈ വിശേഷമാണ് ലോകത്തിലെ ജനങ്ങൾ അറിയേണ്ടത്. യേശുവിൻ്റെ ജനന സമയത്ത് സ്വർഗം വിളിച്ചു പറയുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, ശിക്ഷകനല്ല രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്താണ് ഈ വലിയ സന്തോഷം പ്രിയപ്പെട്ടവരെ? പാപത്തിൻ്റെ ഭാരവുമായി ശിക്ഷ കിട്ടുമോ എന്ന് പേടിച്ച് ഭയന്ന് എങ്ങനെയാണ് സ്വർഗത്ത് പോകുന്നത്, എത്ര കൊല്ലം ഞാൻ തീയിൽ കിടക്കേണ്ടി വരും, നരകത്തോട്ടാണോ ഞാൻ പോകേണ്ടത്, ഇനി ഞാൻ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ പട്ടിയായിട്ട് ജനിക്കേണ്ടി വരുമോ, ഞാൻ പൂച്ചയായിട്ട് ജനിക്കേണ്ടി വരുമോ അടുത്ത ജന്മത്തിൽ, ഇങ്ങനെയെല്ലാം ഭയന്ന് വിറച്ചിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ സ്വർഗത്തിലെ പൊന്നു പിതാവ് അവിടുത്തെ പുത്രനെ അയച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ശിക്ഷകളും എൻ്റെ പുത്രനെ ഏറ്റെടുത്തുകൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങളെ നീതീകരിച്ച് നിങ്ങളെ സ്വർഗത്ത് കൊണ്ടുപോകുന്നതാണ് സുവിശേഷം. ഇതാണ് നല്ല വാർത്ത. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അതിനാൽ സന്തോഷിക്കുവിൻ. യോർ നെയിംസ് ആർ റിട്ടൺ ഇൻ ഹെവൻ, സോ റിജോയ്സ്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയതിനാൽ സന്തോഷിക്കുവിൻ. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇത് എത്ര പേര് അനുസരിച്ചിട്ടുണ്ട്? നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈശോയെ എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ, എൻ്റെ പേര് സ്വർഗത്തിൽ അങ്ങ് എഴുതി തന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു കർത്താവ് എന്ന് പറഞ്ഞ് എന്നെങ്കിലും നമ്മുടെ ദൈവത്തിന് നന്ദി സ്തുതി അർപ്പിച്ചിട്ടുണ്ടോ? ഈശോയെ എനിക്ക് ശിക്ഷയില്ല, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതി ഞാൻ സന്തോഷിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതിനാൽ ഞാൻ സന്തോഷിക്കുന്നു കർത്താവേ എന്ന് എന്നെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മക്കളെന്നും പറഞ്ഞ് നടക്കുന്നവർ പോലും സത്യത്തിൽ രക്ഷയുടെ സുവിശേഷം കേട്ടിട്ടില്ല, സത്യത്തിൽ രക്ഷയുടെ ആനന്ദം അനുഭവിച്ചിട്ടില്ല, യേശു എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് പാപമേറ്റു പറഞ്ഞ് എനിക്ക് ശിക്ഷയില്ല, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കാൻ കർത്താവ് പറയുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ സാധിക്കും? ഇവിടെ സംഭവിച്ചത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈമാറ്റം നടന്നു. യേശുവിനുള്ളതെല്ലാം എനിക്ക് കിട്ടുകയും എനിക്കുണ്ടായിരുന്നതെല്ലാം യേശു ഏറ്റെടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. എനിക്കുണ്ടായിരുന്ന പാപവും അതിൻ്റെ പരിണിത ഫലങ്ങളും അതിൻ്റെ ശിക്ഷയും അതിൻ്റെ ദുർഗന്ധവും അതിൻ്റെ വേദനകളും യേശു ഏറ്റെടുത്തുകൊണ്ട് യേശുവിനുണ്ടായിരുന്ന പരിശുദ്ധിയും യേശുവിനുണ്ടായിരുന്ന പരിശുദ്ധാത്മാവും യേശുവിനുണ്ടായിരുന്ന സ്വർഗവും യേശുവിനുണ്ടായിരുന്ന പിതാവും യേശുവിനുണ്ടായിരുന്ന മാതാവും യേശുവിനുണ്ടായിരുന്ന അഭിഷേകവും യേശു സൗജന്യമായിട്ട് എനിക്ക് തരുന്നു. ഇതാണ് ദൈവസ്നേഹം. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം. ഇവിടെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഈ സ്നേഹം കാണിച്ചത് കൊണ്ടാണ് ദൈവസ്നേഹമാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദൈവസ്നേഹമാണെന്ന് പാട്ട് പാടേണ്ട കാര്യമില്ല. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാരണത്താലാണ്. അതുകൊണ്ട് പറയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. കാരണം എന്താണ്? എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നിരിക്കുന്നു, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എൻ്റെ മേൽ ദൈവത്തിൻ്റെ നിത്യജീവൻ കടന്നു വന്നിരിക്കുന്നു, എൻ്റെ മേൽ അഭിഷേകം കടന്നു വന്നിരിക്കുന്നു, സ്വർഗം എന്നെ മോനെ മോളെ എന്ന് വിളിക്കുന്നു, സ്വർഗത്തിൽ എനിക്ക് നല്ലൊരു പിതാവുണ്ട്, സ്വർഗത്തിൽ എനിക്കൊരു ചേട്ടനുണ്ട്, എൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, ദൈവം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടപ്പെട്ടു പോയ തേജസ്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വന്നപ്പോൾ ദൈവം നമുക്ക് സൗജന്യമായിട്ട് തരികയാണ്.
നമ്മുടെ വല്യപ്പച്ചനായ ആദവും വല്യമ്മച്ചിയായ ഹവ്വയും കൊണ്ടക്കളഞ്ഞ മഹത്വം തിരിച്ചു തരാൻ നമുക്കൊരു ജ്യേഷ്ഠൻ വന്നു, സ്വർഗത്തിൽ നിന്ന് വന്നു. ആ ജ്യേഷ്ഠനാണ് യേശു ക്രിസ്തു. ആ യേശു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സുവിശേഷം, ഇതാണ് നല്ല വാർത്ത. ഇനി നമ്മൾ ഓർക്കണം, നമ്മൾ ഒറ്റയടിക്ക് വിശുദ്ധരാകത്തില്ല. നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം നമ്മളെ പ്രകാശിപ്പിച്ച് നമ്മളത് തിരിച്ചറിഞ്ഞ് പതുക്കെ പതുക്കെ ഒരു കൊച്ചു കുഞ്ഞ് പിച്ച വച്ച് നടക്കുന്നത് പോലെ നമ്മൾ പതുക്കെ വളർന്നു വരും. യേശുവിനെ അറിഞ്ഞതിന് ശേഷവും പാപം ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത് ഭയപ്പെടരുത്. പകരം മാപ്പ് പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നടക്കും. ഉദാഹരണമായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു അമ്മ പ്രസവിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ആശുപത്രി കാണാൻ ചെന്നിട്ട് നമ്മൾ ഈ കുഞ്ഞിനെ നോക്കിയിട്ട് പറയും, അയ്യോ ഇത് മനുഷ്യ കുഞ്ഞാണോ, ഇതൊരു മൃഗമല്ലേ, ഇതിന് നടക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതിന് ഓടാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മളാരും പറയത്തില്ല. ആ കുഞ്ഞ് ഓടാനും വയ്യ നടക്കാനും വയ്യ അവിടെ കിടക്കുക. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് 6 മാസമാകുമ്പോൾ ആ കുഞ്ഞിരിക്കും. 1 വയസ്സാകുമ്പോൾ ആ കുഞ്ഞ് പതുക്കെ നടക്കാനൊക്കെ തുടങ്ങും. ആദ്യം വീഴും, പിന്നെ എഴുന്നേക്കും, കരയും, പിടിച്ചു നടക്കും, കുറെ കഴിയുമ്പോൾ അത് ഓടാൻ തുടങ്ങും. ഇതുപോലെയാണ് യേശു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിറ്റെന്ന് തന്നെ നമ്മൾ അൽഫോൻസാമയാകുമെന്നൊന്നും വിചാരിക്കേണ്ട. പതുക്കെ നമ്മൾ നടക്കാൻ തുടങ്ങും, വീഴും എഴുന്നേക്കും. ഒടുവിൽ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് നമ്മൾ കടന്നു വരും. നമ്മൾ നടക്കും, പിന്നീട് ഓടാൻ തുടങ്ങും. വളരെ ഫാസ്റ്റായ ഒരു ഗ്രോത്ത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. 2, ദൈവവുമായിട്ടൊരു കൂട്ടായ്മ വന്നതിനാൽ സന്തോഷിക്കുവിൻ. പാപം മൂലം മനുഷ്യവർഗത്തിന് സംഭവിച്ചത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മതിൽ ഉയർന്നു വന്നു. അതാണ് പാപം മൂലം സംഭവിച്ചത്. അതായത് നമ്മൾ ഓടി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചില കടകളിൽ സ്റ്റാച്യൂവിൽ ഈ ചില പ്രതിമകളുടെ അകത്ത് നല്ല ചുരിദാറും നല്ല പാൻറ്റും ടൈയും കോട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നു. പിള്ളേർ ഓടിച്ചെന്ന് ഈ ടൈയും കോട്ടും ഇട്ട് നിൽക്കുന്ന ആളിനെ തൊടാനായിട്ട്, ഈ പ്രതിമയെ തൊടാനായിട്ട് ഓടിച്ചെന്ന് തൊടുമ്പോഴാണ് അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവുന്നു ഒരു വലിയ ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് ഒരു മതിലാണ്, കണ്ണാടി കൊണ്ടുള്ള ഒരു മതിലാണ്. പിള്ളേർക്ക് തൊടാൻ പറ്റത്തില്ല. അവർ ചെല്ലുമ്പം ഈ തൊടുന്നത് അങ്ങനെ നിന്നുപോകും. ആ സ്റ്റാച്യുവിനും നമുക്കും ഇടയ്ക്ക് ഗ്ലാസ് കൊണ്ടുള്ള ഒരു മതിൽ കെട്ടിയിരിക്കുകയാണ്, തൊടാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവമേന്ന് വിളിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന മനുഷ്യന് ദൈവത്തെ തൊടാനോ അനുഭവിക്കാനോ പറ്റാത്ത വണ്ണം ഒരു മതിൽ ഉയർന്നു വന്നു. ആ മതിലിൻ്റെ പേരാണ് പാപം. ഈ മതിലുള്ളതിനാൽ ദൈവാനുഭവം കിട്ടുന്നില്ല, ദൈവത്തെ തൊടാൻ പറ്റുന്നില്ല, ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഈ മതിൽ ഇടിച്ച് കളയാനായിട്ടാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. ഇത് കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവൻ സകല ആധിപത്യങ്ങളെയും മതിലുകളെയും ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. കുരിശിൽ അവനെ അവഹേളനപാത്രമാക്കി സാത്താനെ, എന്നിട്ട് ദൈവവുമായിട്ട് നമ്മളെ നിരപ്പ് പ്രാപിപ്പിച്ചു. ആ മതിൽ ഇടിച്ചു കളഞ്ഞിട്ട് യേശു പറഞ്ഞു, മക്കളെ ഇനി തൊട്ടുകൊള്ളുക, സ്വർഗത്തിലെ പിതാവിനെ തൊട്ടുകൊള്ളുക, സ്വർഗത്തിലെ പിതാവിനെ കെട്ടിപ്പിടിക്കുക, സ്വർഗത്തിലെ പിതാവിനെ ആരാധിക്കുക, ചാച്ചാന്ന് വിളിക്കുക, എന്നിട്ട് ദൈവത്തിനുള്ളതെല്ലാം സ്വന്തമാക്കിക്കൊള്ളുക, ദൈവത്തെ അനുഭവിക്കുക. സങ്കീർത്തനം 16:11 പറയുന്നു, ഇൻ യോർ പ്രസൻസ് there is fullness of joy. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഈ ധ്യാന സമയത്ത് നല്ലതായിട്ട് ആരാധന നടക്കുന്ന സമയത്ത് ആളുകളെല്ലാവരും കരയും. ദുഃഖം കൊണ്ട് കരയുന്നതല്ല, സന്തോഷത്തിൻ്റെ ഒരു കരച്ചിലാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ കരയുന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് കരയുന്നതാണ്. എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി. ആ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് ഒരിക്കലും ഇല്ലാത്ത ഒരു കൂട്ടായ്മ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് കർത്താവ് പറയാണ്, സന്തോഷിച്ചു കൊള്ളുക. നമ്മൾ ശരിക്കും അഭിഷേകമുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്ന പോലെയോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെയോ അല്ല. നല്ല അഭിഷേകമുള്ള ഒരു ധ്യാനത്തിൽ നമ്മൾ ആ ധ്യാന ഹോളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ വ്യത്യാസമുണ്ട്. ആ ധ്യാന ഹോളിൻ്റെ അകത്തും പുറത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നീട് നല്ലതായിട്ട് പാട്ടും പ്രൈസ് ആൻഡ് വർഷിപ്പും തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുക. ഞാൻ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു അൽമായൻ നയിച്ച ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ധ്യാനം തുടങ്ങുന്നത് വൈകിട്ട് 6 മണിക്കാണ്. പക്ഷേ 4 മണിയായപ്പോൾ റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ചുറ്റുപാട് മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറഞ്ഞു. ധ്യാനം തുടങ്ങുന്നത് 6 മണിക്കാണ്. 4 മണിയായപ്പോൾ തന്നെ ഞാനും കൂടെ ഉണ്ടായിരുന്നവരിരുന്ന് കരയാണ്. കാരണം കരയാതിരിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ചു.
ധ്യാനത്തിൻ്റെ പാട്ട് തുടങ്ങി, പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടങ്ങിയതും മഹത്വത്തിൻ്റെ ഘനമുള്ള മേഘമിറങ്ങി വരുന്ന വലിയ ദൈവസാന്നിധ്യം. അതാണ് സങ്കീർത്തനം 16:11 പറയുന്നത്, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ കുറച്ച് ആഴപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഓരോ ദിവസവും നമുക്കിത് അനുഭവിക്കാൻ പറ്റും. നമ്മൾ കരങ്ങൾ ഉയർത്തി പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ മുറിയിലേക്ക്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരും. അത് നമ്മളെ പ്രകാശിപ്പിക്കും, അത് നമ്മളെ തേജസ്സുള്ളതാക്കി മാറ്റും, അത് നമ്മളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുവിൻ, കാരണം നിങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ ആ വലിയ ആനന്ദമുള്ളതിനാൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. അടുത്തതായിട്ട് പറയാണ്, ദ ജോയ് ഓഫ് ഫീസ്റ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ഭക്ഷിക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കുക. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇതാ ഈ പർവ്വതത്തിൽ സകല ജനതകൾക്കുമുള്ള ഒരു വിരുന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്നു. കൊഴുപ്പ് മുറ്റിയതും മജ്ജയും മേധസ്സും നിറഞ്ഞതും മേൽത്തരം വീഞ്ഞുള്ളതുമായ ഒരു വിരുന്ന് സകല ജനതകൾക്കും വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു വിരുന്ന് ഞാനുണ്ട്, വചനത്തിൻ്റെ വിരുന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല അഭിഷേകമുള്ള ഒരു പ്രസംഗം? നിങ്ങൾ കേട്ടു നോക്കിക്കേ. പരിശുദ്ധാത്മാവ് ഒഴുകി വരുന്നൊരു പ്രസംഗം കേട്ടു നോക്കിക്കേ. ഇതിൽ പരം ഒരു ആനന്ദമില്ല. ഒരു അരമണിക്കൂർ കേട്ടാൽ, ഒരു മണിക്കൂർ കേട്ടാൽ സ്വർഗീയ വെളിപാടുകൾ പറഞ്ഞു തരുന്ന അഭിഷേകം നിറഞ്ഞൊരു ഒരു പ്രസംഗം, ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിച്ചുകൊണ്ട് പ്രസംഗിക്കപ്പെടുന്ന ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആനന്ദമാണ്, നമുക്ക് നല്ല സന്തോഷമാണ്. നമ്മളെ സമയം പോകുന്നത് അറിയത്തില്ല. ഒരു വിരുന്ന് തീരുമ്പോൾ നമ്മൾ പറയും, അയ്യോ തീർന്നു പോയല്ലോ. കാരണം അത്രയും സമയം നമ്മൾ വിരുന്ന് ആസ്വദിക്കുകയായിരുന്നു. സകല ജനത്തിനും വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന വചനത്തിൻ്റെ വിരുന്ന്. നിങ്ങൾക്കറിയാമോ, സഭയുടെ തുടക്കത്തിൽ പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഈ വചനവിരുന്നാണ് അവിടെ വിളമ്പിക്കൊടുത്തത്. മനുഷ്യ ഹൃദയങ്ങളിലെ ദാഹം ശമിപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ വിരുന്ന് പത്രോസ്ലീഹ വിളമ്പിക്കൊടുത്തപ്പോഴാണ് 3000 വിജാതിയർ, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കാതിരുന്ന വ്യക്തികളെന്ന് വേണമെങ്കിൽ പറയാം, അവർ ഹൃദയം നുറുങ്ങിക്കൊണ്ട് പറഞ്ഞു, സഹോദരങ്ങളെ, രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? സഭയിലേക്ക് അവർ കടന്നു വരികയാണ്. വിരുന്നിൻ്റെ മനോഹരിത അവർക്ക് മനസ്സിലായി, വിരുന്നിൻ്റെ ടേസ്റ്റ് അവർക്ക് കിട്ടി, ദൈവവചനത്തിൻ്റെ ശക്തി അവർക്ക് മനസ്സിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ഓർക്കണം, തോമസ് ലീഹ ഭാരതത്തിൽ വന്നപ്പോൾ ഭാഷ പോലും അദ്ദേഹത്തിന് ശരിക്കും അറിയത്തില്ല. ഉറപ്പാണ്, അദ്ദേഹം ഇവിടെ വന്ന് എന്താ കാണിച്ചെന്നറിയത്തില്ല, എങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചെന്നറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ആളുകൾക്ക് അർത്ഥം മനസ്സിലായോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ദൈവവചനത്തിൻ്റെ ടേസ്റ്റ് അവർക്ക് കിട്ടി, പ്രസംഗ സമയത്ത് വെളിപ്പെട്ട അഭിഷേകം അവർക്ക് കിട്ടി, ദൈവത്തിൻ്റെ രുചി അവർക്ക് കിട്ടി, ആ വചനം തൊടുന്നത് അവർക്ക് മനസ്സിലായി, വചനത്തിൻ്റെ മനോഹരിത അവർക്ക് മനസ്സിലായി, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനത്തിൻ്റെ ബ്യൂട്ടി, ആ ആനന്ദം, ആ സന്തോഷം ഒക്കെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവിടെ സഭ ഉണ്ടായത് എന്നത് വ്യക്തമാണ്. ഇവിടെ വന്ന് ഭാഷയൊക്കെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ, ഓരോ സ്റ്റേറ്റിലും ഓരോ ഭാഷയാണ്. ഒരു സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടിൽ വരുമ്പോൾ അവിടെ തമിഴ് ഭാഷ വേറൊരു ഭാഷയാണ്. ഇങ്ങനെ അദ്ദേഹം കറങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിലൂടെ ഒരു വിരുന്ന് ദൈവം ഒരുക്കി കൊടുത്തു. ഇന്നും അങ്ങനെ തന്നെയാണ്. ശാലോം ടെലിവിഷനിൽ നിങ്ങൾ അഭിഷേകമുള്ള വചനം കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ ആ ടോക്ക് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ തൃപ്തരാണ്, നിങ്ങൾക്കൊരു വിരുന്ന് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നൊരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, 23-ാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഇടയൻ എന്നെ നയിക്കുന്നു. പച്ചയായ പുൽപ്പുറം എന്ന് പറയുന്നത് ഉണക്കപ്പുല്ലില്ലാത്ത പച്ചപ്പുൽപ്പുറം നിറഞ്ഞ ഒരു വലിയ ഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ളതല്ല, പരിശുദ്ധാത്മാ അഭിഷേകമുള്ള വചനപ്രഘോഷണം, പരിശുദ്ധാത്മാവ് ഒഴുകി വരുന്ന വചനം ഭക്ഷിക്കുന്ന പച്ചപ്പുല്ലിൻ്റെ അനുഭവം, ആടിനെ തൃപ്തിപ്പെടുത്തുന്ന പച്ചപ്പുല്ലിൻ്റെ അനുഭവത്തിലേക്ക് യേശു എന്ന ഇടയൻ നടത്തുന്നു. അത് കുറെ ഉണങ്ങിപ്പോകുന്ന ഉപദേശങ്ങളല്ല, ചെയ്യടാ 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 എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ കഴിവില്ലാത്ത ഉപദേശമല്ല. പകരം ഈ ഉപദേശത്തോടൊപ്പം ജീവനും കൂടെ വരുന്നു, ലൈഫ് വരുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു, അഭിഷേകം വരുന്നു. വചനം കേട്ട് കഴിയുമ്പോൾ ഉപദേശമായിട്ടല്ല തോന്നുന്നത്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, നമ്മളിൽ ഒരു കത്തലുണ്ടാകുന്നു, നമ്മളിൽ ഒരു അഗ്നി കടന്നു വരുന്നു, നമ്മളിൽ ജീവനുണ്ടാകുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള ഒരു വിരുന്ന്, അതിനാൽ സന്തോഷിക്കുവിൻ. വീണ്ടും പറയാണ്, ദ ജോയ് ഓഫ് വിന്നിങ് സോൾസ്. യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതിൻ്റെ സന്തോഷം. നിങ്ങൾ എന്തെങ്കിലും ഒരു പാപിയെ യേശുവിൻ്റെ ക്രൂശിൻ ചുവട്ടിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും. അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇതെങ്ങനെ പ്രസംഗിച്ചാലും മനസ്സിലാകത്തില്ല.
പാപത്തിൽ കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന, ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ യേശുവിൻ്റെ സ്നേഹം കാണിച്ച് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക്, ക്രൂശിലേക്ക് കൊണ്ടുവന്ന് അവന് യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവൻ്റെ ഹൃദയം തുറക്കാനിടയായിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പോലും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത, അതായത് 1000 കോടി രൂപ കിട്ടിയാലും കിട്ടാത്തൊരു സന്തോഷമൊന്നും ഉണ്ടാവും. ഈ പാപി നമ്മൾ മൂലം യേശുവിലേക്ക് വന്നു, നിത്യജീവനിലേക്ക് വന്നു, രക്ഷയിലേക്ക് വന്നു. വല്ലാത്തൊരു സന്തോഷം നമുക്ക് കർത്താവ് തരും. ചെയ്തു നോക്കുക. യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷ ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തരുന്നു. നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ. വീണ്ടും കർത്താവിന് വേണ്ടി സഹിക്കുന്നതിൻ്റെ സന്തോഷം, ഇത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത സന്തോഷമാണ്. അതാണ് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുമുള്ള കൃപ അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ശിഷ്യന്മാരെ കൊണ്ടുപോയി ചാട്ട കൊണ്ട് അടിക്കുകയാണ് യഹൂദ മത നേതാക്കൾ. ഈ കല്ലും കമ്പിക്കഷ്ണങ്ങളും ഒക്കെ ചേർന്ന ചാട്ടയാണ്. ഈ ചാട്ട കൊണ്ട് അടിക്കുമ്പോൾ മാംസം ഇളകിപ്പോകും. സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. രക്തം ചീറ്റി ഒഴുകും, മാംസം പറഞ്ഞു പോകും. ഇതുകൊണ്ട് 39 പ്രാവശ്യമാണ് അവർ അടിക്കുന്നത്. 1 കുറേ 40 എന്ന് വെച്ചാൽ 39 അടി അടിക്കുമ്പോൾ നിർത്താൻ പറയും. ഇതാണ് ഒരു ഡോസ് എന്ന് പറയുന്നത്. ഇത്രയും അടി കൊണ്ടിട്ട് ബൈബിൾ പറയുകയാണ് അവർ സന്തോഷിച്ചു, അടി കിട്ടിയിട്ട് സന്തോഷിച്ചു. കർത്താവിനെ പ്രതി ഇത്രയും സഹിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് ശിഷ്യന്മാർ സന്തോഷിച്ചു. വീണ്ടും പറയാണ് അവർ പരിശുദ്ധാത്മാവിനാലും ആനന്ദത്താലും നിറഞ്ഞവരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി സഹിക്കുമ്പോൾ ഉള്ളിൽ ഒരു സന്തോഷം. ഇതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പാവപ്പെട്ടവനെ സഹായിച്ചു നോക്കൂ. ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ, ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ ഒരു വിധവ കൈ നീട്ടുമ്പോൾ നിങ്ങൾ ഇച്ചിരി കാര്യമായിട്ടൊന്ന് സഹായിച്ചു നോക്കൂ. വെറുതെ 5 രൂപ 10 രൂപ കൊടുക്കുന്നതല്ല, ഇച്ചിരി കാര്യമായിട്ട് സഹായിച്ചു നോക്കൂ. നിങ്ങൾക്ക് അന്നേരം ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അവരത് കൈനീട്ടി മേടിച്ച് പൊയ്ക്കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദം അകത്തുനിന്ന് വരാൻ തുടങ്ങും. അത് മനുഷ്യനുണ്ടാക്കുന്ന ആനന്ദമല്ല. കർത്താവിന് വേണ്ടി ഒരു ചെറിയ സഹനം, നമുക്ക് കരുതേണ്ട സമ്പത്ത്, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട എന്തോ ഒരു സമ്പത്ത് നമ്മുടെ ആരുമല്ലാത്തൊരു വ്യക്തിക്കെടുത്ത് കൊടുത്ത ഒരു ചെറിയ സഹനമായിരിക്കാം. പക്ഷേ അത് കഴിയുമ്പോൾ വലിയൊരു ആനന്ദം നമുക്കുണ്ടാകണം. എന്താ കാര്യമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. യേശുവിന് വേണ്ടി സഹിക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകുന്നു. അവസാനമായി പരിശുദ്ധാത്മ നിറവിൻ്റെ ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ധ്യാനങ്ങളിലേക്ക് നിങ്ങൾ ഷാലോം TV കണ്ടു കാണും. ഈ ഷാലോമിൻ്റെ കൺവെൻഷൻ നിങ്ങൾ കാണുന്ന രാത്രി 9:30 കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ പ്രോഗ്രാമുകൾ കാണിക്കുമ്പോൾ ആളുകൾ അവസാനത്തെ ദിവസമൊക്കെ ആകുമ്പോൾ തുള്ളിച്ചാടുന്നത് കാണാം. ആദ്യത്തെ ദിവസം ഇരിക്കുന്നത് പോലെയല്ല, അവരെല്ലാവരും കിടന്ന് ചാടുകയാണ്. അത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ചാടിക്കുന്നതല്ല, ചാടിപ്പോകുന്നതാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ദ ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതിനെയാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി പറയുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ 9 ഫലങ്ങളിൽ 2-ാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ആനന്ദമാണ്. സ്നേഹം കഴിഞ്ഞാൽ ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത സ്വർഗത്തിൻ്റെ ആനന്ദം നിറയാണ്. ഇതിനെയാണ് പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മാതാവ് ആനന്ദത്തിൻ്റെ മാതാവായിരുന്നു. വ്യാകുല മാതാവായിട്ട് മാതാവിനെ കാണുന്നത് കുരിശിൻ ചുവട്ടിൽ മാത്രമാണ് എന്ന സത്യം മറന്നു പോകരുത്. ബാക്കി എല്ലാ സമയത്തും ആത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ ആനന്ദത്തിൽ ജീവിച്ച വ്യക്തിയാണ് അമ്മ. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലോകം നമുക്ക് ദുഃഖവും കണ്ണുനീരും മുറവിളിയും ഒക്കെ നീട്ടിത്തരുമ്പോൾ ഇതാ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ ദൈവം വിളിക്കുന്നു. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഉള്ളു മുഴുവൻ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകട്ടെ. എന്നെ കാണുന്നവർ ചോദിക്കട്ടെ, എന്താ ഇത്ര സന്തോഷം? അപ്പോൾ എനിക്ക് യേശുവിൻ്റെ രക്ഷയുടെ സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കിട്ടും. കർത്താവേ, എന്നെ നീ സന്തോഷമുള്ള ആനന്ദമുള്ള വ്യക്തിയാക്കി മാറ്റണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.